ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. മത്സ്യത്തൊഴിലാളിയുടെ കരുതലിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും പുസ്തക വിതരണവും നടത്തി. മേത്തല അഞ്ചപ്പാലം സ്വദേശിയും മത്സ്യത്തൊഴിലാളിയുമായ അടിമപ്പറമ്പിൽ സുൽഫീഖർ അബിയുടെ നേതൃത്വത്തിലാണ് 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങളും വിതരണം ചെയ്തത്. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ രംഗങ്ങളിൽ എല്ലാറ്റിനെയും ആര് മുകളിൽ ഭരിക്കുന്നത് ആർഎസ്എസ്കാരാണ്, BJPക്കാരാണ്. ഇവിടെ സമ്മാനം കിട്ടുന്നത് മുഴുവൻ കേരളത്തിൽ ഒരു കാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട്. അക്ഷരഭക്തിയാണെന്നും അത് അന്ധകാരത്തെ അകറ്റുമെന്ന് പറഞ്ഞ വലിയ മനുഷ്യർ, സുൽഫീഖറിനെ പോലെയുള്ള ആളുകളുടെ മുൻ തലമുറക്കാർ അല്ലേ. ഇത് നമ്മുടെ കുട്ടികളുടെ പുസ്തകം കിട്ടിയാൽ ഒന്ന് മണപ്പിച്ചു ഞാനൊക്കെ മണപ്പിക്കാറുണ്ട്. ഇത് രസമായിരിക്കില്ല എന്ന് ആ ഓർമ്മ എന്താ സുഖമായിരിക്കും, പത്രം മണപ്പിക്കും. ഇപ്പോൾ കുട്ടികൾക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം. ഒരു പുസ്തകം എടുപ്പിട്ട് നമ്മൾ സ്കൂളിൽ പോകുന്നൊരു സമയം, ആ സമയത്ത് നമുക്ക് പുസ്തകങ്ങളില്ലാതെ വരുമ്പോൾ ചിലപ്പം മറ്റുള്ള കുട്ടികളുടെ കയ്യിൽ നിറയെ പുസ്തകം ഉണ്ടാവും അല്ലേ, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പുസ്തകം ഉണ്ടാവില്ല. അപ്പോൾ പഴയ കാലത്ത് അങ്ങനെയല്ല, അഞ്ചെട്ട് മക്കളൊക്കെ എല്ലാവരും പുസ്തകം മേടിച്ചു. പഴയ കാലത്തൊന്നും അച്ഛന്മാർക്കൊന്നും കാശുണ്ടാവില്ല. എങ്കിലും ഈ തോന്നൽ വലിയ തോന്നലാണ്. ഇത് വരാനിരിക്കുന്ന ഒരു കാലത്തെ കുട്ടികൾക്കുള്ള കൈ താങ്ങാണെന്നുള്ളതാണ്. ഇനി ഒരുപാട് തലമുറ വരാനുണ്ട്. ഇത് മാതൃകയാക്കേണ്ടതാണ് എല്ലാവരും. അതൊരു മനസ്സാണ് നമുക്ക് ഏറ്റവും വലുത്. എല്ലാവരെയും ഒന്നായി കാണാനുള്ള മനസ്സാണ് ഇത്രയും കാര്യങ്ങൾ. നേരത്തെ പ്രഭാത്ത് പറഞ്ഞ പോലെ സ്വന്തക്കാർക്കല്ല, എല്ലാവർക്കും നാട്ടിലെ അല്ലെങ്കിൽ ചുറ്റും ഉള്ള ഇവിടെയുള്ള കുട്ടികൾക്ക് തോന്നാനുള്ളൊരു കാരണം SLCക്കും താഴെയുള്ള കുട്ടികൾക്കുള്ള സമ്മാന വിതരണങ്ങൾ ഒക്കെ വളരെ നല്ലതാണ്. അത് സംസാരിക്കുന്നില്ല, കാരണം CPM കൊടുങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി TP പ്രഭേഷ് അധ്യക്ഷനായി. തൻ്റെ സമ്പാദിക്കുന്ന തൻ്റെ വരുമാനത്തിന് അറിയാലോ, വരുമാനത്തിൻ്റെ ഭാഗം എന്ന് പറയാൻ മീൻ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ വരുമാനത്തിൽ നിന്നൊരു ഭാഗം. ഇപ്പം നമ്മളൊക്കെ എന്നാണ്, ഞാൻ ചിന്തിക്കുന്ന ഒരു വിഷയം, നമ്മളെന്നാണ് നമ്മുടെ ലുലു മാളിൻ്റെ മുതലാളി എന്ന് മുതലാണ് ആളുകളെ സഹായിച്ചു തുടങ്ങിയത് ആലോചിച്ചോളൂ. അത്യാവശ്യം സാമ്പത്തികമായിട്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക എന്താ പറയുക സുരക്ഷ ഉണ്ടായതിന് ശേഷമാണ് എന്തായത് ആളുകളെ സഹായിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഞാൻ വണ്ടി എടുത്ത് മീൻ രാവിലെ പോയി മീനെടുത്ത് കൊണ്ടുവന്ന് നാട് മൊത്തം കറങ്ങിയടിച്ച് മീൻ വിറ്റ് കാശ് അതിനകത്ത് ഒരു കൂട്ടി വെച്ച കാശിൽ നിന്ന് നിസ്സാരം പൈസ എന്നുള്ള പുസ്തക വിതരണത്തിന് വേണ്ടി ആ പണത്തിൽ നിന്ന് കുറച്ച് മഹാഭൂരിപക്ഷം പണവും നാട്ടിലെ കുട്ടികൾക്ക് അവർ പഠനോപകരണങ്ങളും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുബോധനം നൽകാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ആ പണത്തിൽ നിന്ന് ഒരു പങ്ക് മാറ്റിവെച്ചതിൽ വലിയ സന്തോഷവും, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ സ്നേഹവും വലിയ സന്തോഷവും തോന്നുന്നുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP രമേശൻ പുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എപ്പോഴും ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത് ലഭ്യമായ വിഭവങ്ങൾ എങ്ങനെ സമൂഹത്തിന്റെ ദാരിദ്ര്യം ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മൾ പഠിക്കണം. അതുപോലെ ചരിത്രം പഠിക്കുമ്പോൾ വലിയ രാജാക്കന്മാരുടെയും വലിയ രാജ്ഞിമാരുടെ ചരിത്രം മാത്രമല്ല, സാധാരണക്കാരായ നിരവധി പേരുടെ ചരിത്രങ്ങളും കൂടി ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെറുപ്പം മുതൽ തന്നെ എല്ലാ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാവുന്ന ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ. കാരണം നമ്മളെ പല രീതിയിലും നമ്മളെ ഭിന്നിപ്പിക്കുന്ന ശക്തികളും സമൂഹത്തിലുണ്ട്, ജാതിയുടെ മതത്തിൽ. അതിനെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒരു എന്താ പറയാ ഉറമവറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായി വരേണ്ടതുണ്ട്. നമുക്കറിയാം പണ്ടത്തെ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാര്, മാഡൻ ഗൂറി, അപ്പൊ ഇതൊക്കെ ഉണ്ട്. ഇതെന്നൊക്കെ പറഞ്ഞാൽ അവർ നേടിയ അറിവുകള് പേറ്റന്റ് ഒക്കെ മേടിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ ശാലിനി വിജീഷ് അവാർഡ് വിതരണം നിർവഹിച്ചു. ഷബ്നം ഷഫാസ്, AS സുൽഫീഖർ എന്നിവർ സംസാരിച്ചു.